ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് സൈഡ് സൗണ്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ സെൽഫ് മോർണിംഗിൽ സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്, പിന്നെ പ്ലഗ് ചെക്ക് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്ക് വീലൊക്കെ നമുക്ക് അയച്ചു നോക്കിയാൽ, കാരണം ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ക്ലച്ച് സൈഡൊക്കെയാണ് സൗണ്ട് പറഞ്ഞത്. അപ്പോൾ അതും പ്രകാരം ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്, പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണേ. എന്നാലും പുതിയതാണ് ഇതുമ്പോൾ കിടക്കണേ. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റിനതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ ഹബിൻ്റെ കണ്ടീഷൻ നോക്കി, ഹബിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല. അത്യാവശ്യം ആ ലൈനർ കുറഞ്ഞ ലൈനർ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരേണുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്തിടാം. ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ബോൾട്ട് ഉണ്ടല്ലോ, ഈ ബോൾട്ടിൻ്റെ ത്രെഡ് കംപ്ലൈൻറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇതുമേ എന്തോ പശയൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്തു, കാരണം അതിനകത്ത് ഓയിൽ ഉണ്ടോ എന്നുള്ള ദിവസം നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ച് നോക്കി, ഓയിലൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ്. അതേപോലെ തന്നെ പശയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിലവിൽ വേറെ ലീക്കൊന്നുമില്ല. കാരണം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലേത്തി കൊടുത്തിട്ട് ത്രെഡ് ചെയ്തിട്ടൊക്കെ വേണം പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ല, ആ രീതിയിൽ ഓടട്ടെ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചു. ക്ലച്ച് ഭാഗത്ത് നമുക്ക് അതിൻ്റെ 1-2 കംപ്ലയിൻസുകളുണ്ട്. കാരണം അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി തന്നെ ഈ വീല് പോയിട്ടുണ്ട്, ബോസ് ഡ്രൈവ് കംപ്ലയിൻ്റ് ഉണ്ട്, ഇത് രണ്ടും മാറ്റിയിടണം. പിന്നെ പീ സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ വി ബുഷ് കംപ്ലയിൻ്റാണ്, പൊട്ടിപ്പോയേക്കാണ്, അതും മാറ്റിയിടാം. റോളറൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കമ്പനി ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ എന്നാൽ പോലും പുതിയതാണ് കിടക്കണത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഈ സൈഡ് ചെറുതായിട്ട് ഈ സൈഡൊക്കെ ടേപ്പറായിട്ടൊന്ന് ചെരിഞ്ഞ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നോലെ നമുക്ക് ഇത് തന്നെ ഇടാം. ബെറ്റർ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻ്റൊക്കെ വരുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് തന്നെ ഇടണതാണ് ഏറ്റവും ബെറ്റർ, പ്രത്യേകിച്ച് ക്ലച്ച് എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഇതിനകത്ത് ബുഷും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയതിന് ശേഷം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം, ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ എസ്റ്റിമേറ്റ് കാണിക്കുന്നത്. വേണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. അതിൻ്റെ ഈ മാർക്ക് ചെയ്ത ഭാഗം, ഇപ്പോൾ നൂല് വെച്ച് മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ചെറിയൊരു പൊട്ടലുണ്ട് ഇതിനകത്ത്. ഈ സൈഡ് നോക്കിയാൽ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ പാർട്സ് അല്ല. അപ്പോൾ കമ്പനി ആയിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്രാക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് ഓടിച്ചോളാൻ പറയും. കാരണം അത് എത്രത്തോളം ഓടും എന്നുള്ള ദിവസം നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ ബെൽറ്റും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അതിന് ശേഷം ഈ ബെൽറ്റിൻ്റെയും ഈ റോളറിൻ്റെയും കേസ് നിങ്ങൾ നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നത് കൈയോടെ മാറ്റി പോകണമാണ് ബെറ്റർ കേട്ടോ. കാരണം ആ ഒരു ചിലവ് നമ്മൾ നോക്കാതെ മാറ്റി കളയണമായിരിക്കും ഏറ്റവും ബെറ്റർ. ജസ്റ്റ് ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞെന്നുള്ളൂ, നോക്കിയിട്ട് അത് ചെയ്യാം. പിന്നെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലഗ് ഞാൻ അഴിച്ചു നോക്കിയായിരുന്നു, പുതിയ പ്ലഗ് കിടക്കണം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, മോർണിംഗിൽ സെൽഫ് എടുക്കാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് എടുക്കണമെന്ന് പറഞ്ഞ് 2025 ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. അപ്പോൾ ഞാൻ ആ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, കാരണം ഞാൻ പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. ഇനി ബാറ്ററിയുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടാണോ സെൽഫ് എടുക്കാത്തതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. 13.17 വരെയൊക്കെ കാണിക്കുന്നുണ്ട് നോർമൽ രീതിയിലുള്ള ചാർജ്. നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് മോട്ടർ എടുക്കുന്ന ചാർജ് എത്ര എടുക്കും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിവിടെ ഏകദേശം ആ എടുക്കുന്ന പവർ കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വോൾട്ട് നമുക്ക് 10 വോൾട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റൊന്നും പറയാനില്ല, ബാറ്ററിയുടെ ഭാഗത്തൊക്കെ ഓക്കെയാണ്. പിന്നെ സെൽഫ് എടുക്കാൻ പ്രശ്നം കാണിക്കാൻ സാധ്യത 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം, പിന്നെ ഒന്ന് പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. ഇത് രണ്ടും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം കംപ്ലയിൻറ്റ് വരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലുള്ള പാർട്സുകളാണ്. ഒന്ന് കാർബേറ്റർ അസംബ്ലി, ഒന്നതായിരിക്കണം പെട്രോൾ ടാപ്പ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, കാരണം കറക്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊന്നും കൂടി ഇത് ക്ലാരിഫൈ വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പക്ഷേ നമുക്ക് കാർബേറ്റർ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയും കൂടി നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി ആവശ്യമെങ്കിൽ മാത്രം അതൊക്കെ ചെയ്താൽ മതി. കാരണം കാർബേറ്റർ അഴിച്ച് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റി പുതിയത് വയ്ക്കേണ്ടി ഒരു 12,500 നമുക്ക് ചിലവ് തന്നെ കേസാണ്. ടാപ്പിൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ കാർബേറ്റർ അസംബ്ലി അഴിച്ച് ക്ലീൻ ചെയ്തത്, ടാപ്പ് ഫ്ലോയിൽ എന്തെങ്കിലും കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാപ്പ് മാറ്റി. ടാപ്പ് ഏകദേശം ഒരു 400-450, ഏകദേശം പൈപ്പും കൂടിയിട്ട് ഏകദേശം ഒരു 1,500 രൂപ. പെട്രോൾ പൈപ്പും ഇതും കൂടിയിട്ട്, വാക്യൂം പൈപ്പ് വരില്ല, പെട്രോൾ പൈപ്പും ടാപ്പും കൂടി ഏകദേശം ഒരു 500 രൂപ വരും. അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലൊന്നും യാതൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്ന് പറയാൻ നമ്മളിപ്പോൾ നോക്കിയാൽ കിട്ടില്ല, അത് ആ ഒരു ടൈമിങ്ങിൽ നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് റിപ്പീറ്റ് ഇങ്ങനെ മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നോക്കാം ഏത് രീതിയിലാണത്, എങ്ങനെ ചെയ്യുമ്പോഴാണ്, ആക്സിലേറ്റർ കൊടുത്തടിക്കുമ്പോഴാണോ, സെൽഫ് അടിക്കുമ്പോൾ, കിക്കർ അടിക്കുമ്പോൾ, മെയിൻ സ്റ്റാൻഡിൽ വെച്ചിട്ട്, അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം.
അതിന് ശേഷം ഒരു ദിവസം വൈകിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. നിങ്ങൾക്ക് എങ്ങനെ അടിക്കുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് കിട്ടണമെന്നുള്ള ദിവസം കൃത്യമായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞു തരാം. നമ്മൾ അതേ രീതിയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കംപ്ലയിൻറ്റ് ഇന്ന കാരണം കൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് എന്നുള്ള ദിവസം നോക്കുകയും കണ്ടുപിടിക്കുകയും ആ പ്രോബ്ലം പരിഹരിക്കുകയും ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല. നമ്മൾ കുറേ കാർബേറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് ടാപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി വെറുതെ പൈസ പോകുന്നല്ലാണ്ട് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനോ ആ കംപ്ലയിൻറ്റ് 100% പരിഹരിക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയത്തെ പ്രോബ്ലംസ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് വന്ന ആ വീല് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാറ്റിക് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞത് ഈ പറഞ്ഞ രീതികൾ ഒരു ദിവസം വൈകുന്നേരം വെച്ച് ആ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയതിന് ശേഷം ചെക്ക് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗ്ഗം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കുറേ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ആ ബെൽറ്റ്, അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ഈ റോളർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്ലാരിഫൈ ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വർക്ക് ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.